വളരെ രസകരം. കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എം വി ജയരാജേട്ട. എം വി ജയരാജേട്ടനും CPM-ഉം ഇടതുപക്ഷവുമൊക്കെ പാലൂട്ടി വളർത്തിയ കടന്നൽ കൂട്ടങ്ങൾ പോരാളി ഷാജിയും ചെമ്പടയും ചെങ്കോട്ടയും അങ്ങനെ കുറേ ഇന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആരൊക്കെയാണ് പാർട്ടിക്ക് ഇപ്പോൾ വിരുദ്ധരായി മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് ജയരാജേട്ടൻ്റെ ഇന്നത്തെ ഈ പത്രസമ്മേളനം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം. ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ്, ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. വല്ലാതെ അഹങ്കരിക്കരുത് റഹീമെ, തെറ്റ് കണ്ടാൽ വിമർശിക്കും, പാർട്ടിയുടെ ശമ്പളം വേണ്ട. പോരാളി ഷാജി റഹീമിൻ്റെ ചിത്രമുണ്ട്, പോരാളി ഷാജി എന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഇത് കുറച്ച് മുമ്പ് വന്നതാണ്. ഭരണം വേണ്ട, സഖാക്കളുടെ ജീവൻ മതി. ഇത് മറ്റൊരു പോസ്റ്റാണ്. വടകരയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ്. ജയരാജേട്ടൻ്റെ കണ്ടുപിടുത്തം ഏതൊക്കെയായാലും കൊള്ളാം. ചെങ്കതിരും പോരാളി ഷാജിയും ഒന്നും ഇടതുപക്ഷത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എൻ്റെ പൊന്നു ജയരാജേട്ട, ഇതിനു മുമ്പ് കേരളത്തിലെ UDF നേതാക്കന്മാർ, BJP നേതാക്കന്മാർ, എന്തിനേറെ പറയുന്നു CPM-ന് അകത്ത് തന്നെയുള്ള എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തിനേറെ പറയുന്നു, VS അച്യുതാനന്ദനെ വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ പോരാളി ഷാജി അപമാനിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ വായി അടഞ്ഞുപോയത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചരിത്രം ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? കേരളത്തിൽ വടകരയിൽ TP ചന്ദ്രശേഖരന്റെ വിധവയ്ക്ക് നേരെ പോരാളി ഷാജിയും ഈ ചെങ്കതിരും ചെങ്കോലും ഒക്കെ നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ അതിക്രമങ്ങൾ നിങ്ങൾ മറന്നുപോയോ? ഇല്ലല്ലോ, ഓർമ്മയിലുണ്ടല്ലോ. UDF നേതാക്കന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അപമാനിക്കൽ, അത് നിങ്ങൾ മറന്നുപോയോ? അന്നെന്തേ നിങ്ങളുടെ വായ അടഞ്ഞു പോകാൻ കാരണം എന്താണ്? അന്നേ നിങ്ങൾ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ ഈ പോരാളി ഷാജിയും എന്തിനേറെ പറയുന്നു ഈ ചെങ്കതിരും ഒന്നും ഇത്രയും വളർന്ന് വലിയ വടവൃക്ഷമായി മാറില്ലായിരുന്നല്ലോ. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോരാളി ഷാജിയെ ഉപയോഗിക്കുകയും അതിനുശേഷം അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോരാളി ഷാജി പലപ്പോഴും CPM-ന്റെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലനിൽക്കുന്നതാണ് കേരള സമൂഹം കണ്ടിട്ടുള്ളത്. കാരണം CPM-നെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണോ പോരാളി ഷാജിയുടേത്? അല്ലെങ്കിൽ ചെങ്കതിരോ ചെങ്കോലോ ഇതൊക്കെ? ഇത് വിമർശിക്കപ്പെടും. അവർ നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? പോരാളി ഷാജിയെ വളർത്തിയതും നിങ്ങൾ, ഇപ്പോൾ പണി മേടിച്ചതും നിങ്ങൾ, വടകരയിലെയും കണ്ണൂരിലെയും തോൽവിക്ക് കാരണം പോരാളി ഷാജി ആണെങ്കിൽ സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അത് പത്രസമ്മേളനം നടത്തി കേരള സമൂഹത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേരള സമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയുന്നതിന് തുല്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.